ആരാധ്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയോട് മാപ്പ് കുറവ്. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. തെറ്റുപറ്റിപ്പോയി, ശ്രീനാരായണീയർ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ പണ്ട് പട്ടര് പറഞ്ഞതുപോലെ ബോധമില്ലല്ലോ നമ്മുടെ തന്നെ മകൻ എന്ന് പറഞ്ഞതുപോലെ നേതാവിനും ബോധമില്ല, അനുയായികൾക്ക് ബോധമില്ല. അതുകൊണ്ട് വളരെ അഹങ്കാരത്തോടുകൂടി അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. കൊടുക്കണം, തെറ്റ് സംഭവിച്ചുപോയി, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമാണ് ചരിത്രബോധമില്ലാത്ത അഹങ്കാരികളായ മാർക്സിസ്റ്റുകാര് ഈ രൂപത്തിലാക്കി വലുതാക്കി ഇത്രയും ദുരുത്സാഹമായ ഒരു സാഹചര്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയല്ല ഇപ്പം പറയുന്നത്. അത് ആശയം പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇതേ മാർക്സിസ്റ്റുകാരൻ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്തെന്നറിയാമോ? ടി ചന്ദ്രശേഖരന് 51 വെട്ടുകൊടുത്താണ് തോന്നുന്നത്. ആ ചന്ദ്രശേഖരന്റെ പേരിൽ ഒരു ഡോക്യുമെന്ററി ഇറക്കി. ഇപ്പൊ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതെ നടക്കുകയാണ് കണ്ണൂരിലെ മാർക്സിസ്റ്റുകാരന്. ഇപ്പൊ എന്തുകൊണ്ട് ടി ചന്ദ്രശേഖരൻ 51 വെട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്ററിയുടെ കാര്യം വരുമ്പോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നില്ല? അപ്പൊ ഗുരുദേവന്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. കേരള സമൂഹത്തിൽ എല്ലാ ആചാര്യന്മാരെയും വികലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പല സന്ദർഭങ്ങൾ നടന്നിട്ടുണ്ട്. അന്നെല്ലാം കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അപലപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്നുള്ള നാടകം കേരളത്തിൽ അങ്ങോളം തുറന്നു നടത്തി. നമ്മളും പ്രതിഷേധിച്ചു. പ്രധാനാജ്ഞായ ക്രിസ്തുദേവനെ ഈ രൂപത്തിൽ മോശമാക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. മഗ്ദലന മറിയവുമായ അധികത ബന്ധമുണ്ടായിരുന്ന വ്യക്തി എന്നുള്ള രൂപത്തിൽ ദ ലാസ്റ്റ് കൺസേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നുള്ള ക്രിസ്തുവിന്റെ 6ാം തിരുമുറിൽ അവതരിപ്പിച്ചപ്പോ നമ്മൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായി കേരള സമൂഹത്തിൽ അലയടിച്ചു. അത് പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പ്രവാചകനായ മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയുടെ പേര് ഒരു മോശമായ കഥാപാത്രത്തിന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ ജോസഫ് ഇട്ടു. ഈ ഒറ്റ കാരണം കൊണ്ട് ജോസഫിന് ഇപ്പൊ കയ്യിൽ കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആളുകളെയൊന്നും കാണാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് പ്രവാചകന്മാർ ചരിത്രബോധമില്ലാത്ത ദാർശനികമായ ബോധമില്ലാത്തവരാൽ ആക്രമിക്കപ്പെടുമ്പോ പ്രവാചകന്മാരുടെ ഉത്കൃഷ്ടമായ ദർശനത്തെയും ചിന്തകളെയും ശരിയായ രൂപത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിനെ അപലപിച്ച് മാപ്പ് പറയുക എന്നുള്ള പ്രാഥമികമായ മര്യാദ ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടില്ല. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണമായിട്ടുള്ളത്. ഇന്നിപ്പോ കേരള സമൂഹം ഒരു കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിലെ ഈഴവ സമുദായാംഗങ്ങളാണ് ഈ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും പുരോഗതിയും എല്ലാം ഉറപ്പുവരുത്തിയിട്ട് വേറെ ആരുമല്ല. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനത്തിന്റെ ഗുണങ്ങൾ ഏറ്റുവാങ്ങിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം പഠിക്കുമ്പോ ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗം രൂപീകരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ കൃഷ്ണപിള്ളയുടെ അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല. മനസ്സിലാക്കണം. 1903 ഗുരുദേവൻ SNDP യോഗം രൂപീകരിക്കുന്നത്. 1904 കൃഷ്ണപിള്ളയുടെ അച്ഛൻ 5 കൃഷ്ണപിള്ളയുടെ അച്ഛൻ കല്യാണം കഴിക്കുന്നത്. ആള് വ്യഞ്ജനായതുകൊണ്ട് 1906 തന്നെ കൃഷ്ണപിള്ള ജനിച്ചു. ആ കൃഷ്ണപിള്ളയാണ് 33ാമത്തെ വയസ്സിൽ 1939 കേരളത്തിൽ ഈഴവന് പോരാളിയായ ഈ പാർട്ടി ഉണ്ടാക്കിയത്. 1939 SNDP യോഗം എന്ന ഗുരുദേവന്റെ പ്രസ്ഥാനം ഉണ്ടായി 36 കൊല്ലം കഴിഞ്ഞാണ് കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. ഈ മാർക്സിസ്റ്റുകാരെ മാത്രമേ ഇതിനകത്ത് അനവരാധികളുള്ളൂ. CPI ഒക്കെ പാവങ്ങളാണ്. അല്ല വിവരവും ബോധമൊക്കെ ആളുകളാണ് CPI. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെയും കൂടി കൂട്ടി പറഞ്ഞതായിട്ട് അവിടെ തോന്നുന്നു. മാന്യന്മാരെ നല്ല നേതാക്കന്മാര് അനിയില്ല, ഇടിയില്ല, വെടിയില്ല, കൊലപാതകയില്ല, ഒന്നുമില്ല CPIക്കാര്. ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ തിരിച്ചിരിക്കണം. ഒള്ളി മാർക്സിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് SNDP യോഗത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ ഇതിന്റെ ഗുണങ്ങൾ
അനുഭവിച്ചു. പുന്നപ്ര വയലാർ സമരം നടന്നു. പുന്നപ്ര വയലാർ 7 കുളങ്ങൾ നടത്തിയ ഈഴവരാതി ജില്ലൊക്കെ ജനവിഭാഗങ്ങളുടെ ജഡം ഇട്ടിട്ടാണ്. EMS ഒന്നൂതിരിപ്പാട് മുങ്ങിക്കളഞ്ഞു. ഇന്ന് പിന്നീട് യോഗക്ഷേമ സഭയുടെ യോഗത്തിലാണ് ഇത്രയും കള്ളൻ, ഇത്രയും സമ്പർക്കാണെങ്കിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും വേറെ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ് നമ്മളോടുള്ള വഞ്ചന. ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അടിവരയിൽ നമ്മൾ രാവിലൊക്കെ കയറി ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ കെമിസ്ട്രി ലാബിലൊക്കെ കയറുമ്പോൾ എന്താണ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം കണ്ടെത്തി എല്ലാം ചെയ്യുമ്പോൾ അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുമല്ലോ, സോ ദ ഗിവൺ മെറ്റീരിയൽ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞതുപോലെ എല്ലാം പരിശോധിച്ചു വരുമ്പോ, ആത്യന്തികമായി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരുമ്പോ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നശിച്ചാലേ ഈഴവൻ രക്ഷപ്പെടൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഈ ഒരവസ്ഥയിലാണ് അന്ന് മുതൽ നമ്മളെ തളർത്താനാണ് നോക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ആരോടൊന്നും തുറന്നു പറഞ്ഞില്ല. നമ്മളെ ഭരിക്കാൻ വന്ന കാലം മുതൽ തളർത്താൻ വേണ്ടി മാത്രമേ ഇവറ്റകൾ ശ്രമിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്രയും അജന്യമായ ഒരു ശക്തിയായി മാറാൻ കാരണം എന്താ? കേരളത്തിലെ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈഴവ സമുദായത്തിന്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ച തടസ്സപ്പെടുത്തി ഇന്ന് കേരളത്തിലെ ഏറ്റവും അധഃപതനത്തിന്റെ പടുകുഴിയിലേക്ക് ഈഴവ സമുദായത്തെ കൊണ്ടുപോയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരു തർക്കവും വേണ്ട കാര്യത്തില്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സമ്പത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, തൊഴിലിന്റെ മേഖലകളിൽ, വ്യവസായത്തിന്റെ മേഖലകളിൽ, രാഷ്ട്രീയ അധികാരത്തിന്റെ മേഖലകളിലെല്ലാം കേരളത്തിലെ ഈഴവ സമുദായം ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണെങ്കിൽ കേരളത്തിലെ 4ാം സ്ഥാനത്താണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പരിശോധന നടത്തിയപ്പോ ഈഴവന് വളരാൻ അനുവദിക്കാത്ത പാർട്ടി എന്ന് പറയുന്നത് ഒരു രൂപത്തിലും ഈഴവ സമുദായം ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ ഭരണം കിട്ടിയപ്പോഴെല്ലാം ഭരണ സംവിധാനത്തെ ആസൂത്രണം ചെയ്ത പാർട്ടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വസിക്കുന്ന ആളുകളുടെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചു. ഒരു പബ്ലിക് മീറ്റിംഗ് ആണ്, മാന്യമായ കാര്യം മാത്രമേ ഞാൻ പറയാനുള്ളത്. കണക്ക് പരിശോധിച്ചു. ക്രൈസ്തവ സമുദായത്തിൽ 9% ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂ. 13% ആളുകളെ മുസ്ലിം സമുദായത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂ. ഈഴവ സമുദായത്തിൽ 50%-ലധികം ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. എന്താ കാരണം? ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടി വിളിച്ചതുകൊണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ക്രൈസ്തവ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പുറകെ നടന്ന ക്രൈസ്തവനെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കാൻ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിനും കഴിഞ്ഞതുകൊണ്ട് ഒരു പരിധിവരെ വളരെ പെട്ടെന്ന് വലുതാകാൻ, ഉയരാൻ, അവരുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വളരാൻ ആ സമുദായത്തിന് വേണ്ടി വളരെ പെട്ടെന്ന് വളർന്നു. മുസ്ലിം സമുദായം അതുപോലെ തന്നെ സംഘടിതരായി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ വന്ന് ആ അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ സമുദായത്തിന്റെ വളർച്ച മാത്രം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ ഇവിടുത്തെ മുസ്ലിം സമുദായം വളർന്നു, എല്ലാ രൂപത്തിലും വളർന്നു. ഈഴവ സമുദായം സാമ്പത്തിക മേഖലകളിൽ ദരിദ്രനാരായണന്മാരായിരിക്കുന്നു. കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടി അവരെ വളരാൻ സമ്മതിച്ചില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ പാവപ്പെട്ട ഈഴവ സമുദായാംഗങ്ങൾ വളർന്ന് സമ്പത്തും സൗകര്യമുള്ളവരായി ഈഴവൻ മാറിയാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരാൻ, വിറക് വെട്ടാൻ, പശ കൊടുക്കാൻ, പോസ്റ്റ് ഒട്ടിക്കാൻ, മനുഷ്യച്ചങ്ങല പിടിക്കാൻ, പഞ്ചായത്തിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞ മന്ത്രിമാര് വരുമ്പോ താലപ്പൊലിയൊക്കെ എടുക്കാൻ ആളെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഈഴവ സമുദായം മാത്രം അധഃപതനത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ആസൂത്രണം നിർവഹിച്ചതുകൊണ്ടാണ് ഈഴവ സമുദായം സാമ്പത്തികമായി ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നു. അതിന് പരിഹാരമുണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഇന്ന് നിങ്ങൾക്കറിയാം 5000 കോടി രൂപയാണ് മൈക്രോ ഫിനാൻസിലൂടെ നമ്മുടെ സമുദായാംഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു രാജ്യത്തിന് കഴിയില്ല. ചുമ്മാതെ എന്തെങ്കിലുമാര് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ കോർണർ ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ദരിദ്രനായി തീർന്ന പാവപ്പെട്ട ഈഴവന്റെ കണ്ണീര് പോവാൻ കഴിയുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവം എന്ന നിലയിൽ നമ്മൾ മൈക്രോ ഫിനാൻസ് കൊണ്ടുവന്ന് 5000 കോടി രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ട ഈഴവന്റെ കയ്യിലുണ്ട്. അപ്പോ നമ്മുടെ സഹോദരിമാര് സംഘടിച്ച് നിന്ന് അത് പ്രയോജനപ്പെടുത്തി ഒരു പരിധിവരെ എല്ലാ മേഖലകളിലും സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഈ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുമാരുൾപ്പെടെയുള്ള ആളുകൾക്ക് കണ്ണുകടിയാണ്. ഈ നമ്പ്യാര് ചോദിക്കുകയാണ്, ഇതൊക്കെ ഈഴവ സമുദായത്തിലെ സമ്പന്നന്മാർക്കല്ലേ പ്രയോജനപ്പെടുന്നു? ഏതെങ്കിലും 5000 കോടി രൂപ മൈക്രോ ഫിനാൻസ് കൊടുത്തിട്ടുള്ളത് ഈഴവ സമുദായത്തിലെ ഏതെങ്കിലും സമ്പന്നന്മാരും മേടിച്ചിട്ടുണ്ടോ? അവർക്കതിന് ആവശ്യമുണ്ടോ? ഇയാൾക്ക് ഏത് പോസ്റ്റേഴ്സാണ് ഇയാൾക്ക് ജീവിക്കുന്നത്? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ 5000 കോടി രൂപ ഈ രാജ്യത്തെ പദ്ധതി പാവങ്ങൾക്കല്ലേ കൊടുത്തിട്ടുള്ളത്? അപ്പൊ നമ്മൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഈ രാജ്യത്തെ മാർക്സിസ്റ്റുകാരെ ഇഷ്ടപ്പെടുന്നില്ല. 2, വിദ്യാഭ്യാസ മേഖല. നമുക്ക് മാത്രം സ്കൂളും കോളേജും തരില്ല, നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രം സ്കൂളും കോളേജും വരുമ്പോഴാണ് ഈ രാജ്യത്തിൽ ഒരു പോളിസി പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും പോളിസി പറയും. ഇവിടെ ഇന്ത്യൻ മാസത്തിന്റെ കോട്ടയത്ത് നോക്കാൻ കാരണം എന്താ? കഴിഞ്ഞ ഇതിന്റെയൊക്കെ പാർട്ടി ഭരിച്ചില്ലേ? MA ഗ്രേഡി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. മകളുടെ കല്യാണം നടത്തിയിട്ട് ഞാൻ വലിയ പുരോഗമനാശയക്കാരനാണ്, ഞങ്ങള് രാഹുകാലം നോക്കിയില്ലത്. ഏത് നസ്രാണി എന്നാണ് രാഹുകാലം നോക്കിയത്? രാഹുകാലത്താണ് കല്യാണം കഴിച്ചത്, രാഹുകാലം നോക്കിയില്ലത്. കേരളത്തിലെ ഏതെങ്കിലും നസ്രാണി രാഹുകാലം നോക്കാറുണ്ടോ? കൊന്തയും ഗന്ധിങ് ആയിട്ട് നടക്കുന്ന ആളാണ് MA ബേബി. ഭാര്യയും ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് ഞങ്ങൾ മതേതരത്വം നല്ല സെയിം സ്റ്റാൻഡേർഡിലുള്ള നല്ല ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ബന്ധക്കാരെ കണ്ടുപിടിച്ചത്. ഒരേ സ്റ്റാറ്റസിലും, അതായത് DYFIയും പറഞ്ഞ് നടക്കുന്ന പാവപ്പെട്ട ഒരു മതേതരവാദിക്കല്ല മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. സെയിം സ്റ്റാൻഡേർഡിലുള്ള ക്രൈസ്തവനെ തന്നെ കണ്ടുപിടിച്ച് അവന്റെ മകളെ കല്യാണം കഴിച്ചിട്ട് കുടുംബശ്രീ ഗ്രാമശ്രീക്കാരുണ്ടാക്കിയ മുഴുവൻ പരിപ്പോടെ ഉണ്ണിയപ്പം, കുഴലപ്പോ, അച്ചപ്പോ എല്ലാം വിതരണം ചെയ്തിട്ട് ഞങ്ങൾ ഇതൊന്നും നോക്കാനാണ് പോളിസി ബ്യൂറോ ഞങ്ങൾ കല്യാണം നടത്തിയെന്ന് വീമ്പിളക്കുന്ന ചില ആളുകൾ. ഈ ആൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇവിടുത്തെ MLA ആയ VL വാസവന്റെ കൂടെ AG തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ കോട്ടയം SNDP യൂണിയന്റെ നേതൃത്വത്തിലുള്ള സ്കൂളിന്റെ അഫിലിയേഷൻ വാങ്ങുന്നതിന് വേണ്ടി ചെന്നു. ചെന്നപ്പോ പറഞ്ഞതാണെന്നറിയാമോ? നമ്മുടെ വാസവൻ ചേട്ടനെ നിർമ്മുത പരബ്രഹ്മം പോലെ നിൽക്കാനേ കഴിഞ്ഞു. അവിടെ ചെന്നപ്പോ ഇങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് തലോടിയിട്ട് പറയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയുടെ മാങ്ങാത്ത ക്രൈസ്തവനും മുസൽമാനും കോളേജും സ്കൂളും മാനിപ്പെടുത്തുന്ന ഈ മാനിഫെസ്റ്റോ പറയാറില്ലല്ലോ. എന്തുകൊണ്ട് ഈ രാജ്യത്ത് പാവപ്പെട്ട ഈഴവ സമുദായത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ മാനിഫെസ്റ്റോ പറയുന്നു? ഈ ഒരൊറ്റ കാരണം കൊണ്ട് പാവം വാസവൻ ചേട്ടൻ തോറ്റു, അല്ലെങ്കിൽ ജയിച്ചത് ഞങ്ങൾ എതിരായി. കാരണം ഒരു കോട്ടയത്തിന്റെ MLAക്ക് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് അഫിലിയേഷൻ വാങ്ങിത്തരാൻ പോലും വാസവൻ ചേട്ടന് കഴിയില്ല. പുള്ളിയുടെ കഴിവ് കുറവുകൊണ്ടല്ല, മാനിഫെസ്റ്റോക്കാരൻ ഇരിക്കട്ടെ. ഒറ്റ കാരണം കൊണ്ട് നമ്മൾ എതിരായി വന്നതുകൊണ്ടാണ് പാവം വാസവൻ ചേട്ടൻ തോറ്റുപോയത്. അല്ലെങ്കിൽ വാസവൻ ചേട്ടൻ ജയിച്ചത് പക്ഷെ തീരുമാനിച്ചു വാങ്ങിക്കൊടുത്തു, നമ്മൾ അതിനോട് നന്ദിയും കാണിച്ചു. അപ്പൊ എന്തെല്ലാം നമുക്ക് ഉപദ്രവം ചെയ്യാവോ ഇതെല്ലാം ചെയ്യുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഈ ഒരു കാര്യം കൂടി അറിയണം. ഈ മാർക്സിസ്റ്റുകാരൻ ഇപ്പൊ കോഴ കണക്ക് പറയുന്നുണ്ടല്ലോ. കോഴ ഈ അച്യുതാനന്ദൻ അതുപോലെ തന്നെ ഇവിടെ മുറ്റുകെട്ട ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കണക്ക് ചോദിക്കാൻ എന്താ അവകാശം? ഇവരൊക്കെ SNDPയുടെ ഒരു പ്രാഥമിക മെമ്പർ പോലുമല്ല. SNDP കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. മാരാരിപ്പുഴ എന്ന് പറയുന്ന ആലപ്പുഴയിലെ മണ്ഡലത്തിൽ മാർക്സിസ്റ്റുകാരൻ വിചാരിച്ചാലേ ഒരു മാർക്സിസ്റ്റുകാരനെ തോൽപ്പിക്കാൻ കഴിയും. അച്ഛൻ മാമൻ തോൽപ്പി മാർക്സിസ്റ്റുകാരൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ പാവത്തിലൊരു പേടി. മലമ്പുഴയിൽ മത്സരിച്ചപ്പോ ശിവദാസ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുള്ളിനെ തോൽപ്പിക്കുമെന്ന് പേടി. രഹസ്യമായിട്ട് അവന് വെള്ളാപ്പള്ളിയുടെ കാല് നക്കി. മലമ്പുഴയിൽ ഞങ്ങളുടെ ഈഴവനായതുകൊണ്ടൊന്ന് ജയിപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി ഇടപെടണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പരസ്യാക്കാൻ പറഞ്ഞാത്ത കാര്യ. ഇത് പരസ്യമായിക്കോട്ടെ, ഇനിയിപ്പോ പറയാതിരിക്കാൻ രക്ഷയില്ല. ഇപ്പൊ വെള്ളാപ്പള്ളി പ്രദേശത്തിന് ചെയ്തെന്ന് അറിയാവോ? മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ SNDP യൂണിയനുകൾക്ക് നിർദ്ദേശം കൊടുത്തു. നമുക്ക് കാര്യം ഗുണമൊന്നും ചെയ്തിട്ടില്ല, മുടിയനായ മിത്രനാണെങ്കിൽ പോലും ഒരു ഈഴവനല്ലേ, ആ
ഈഴവനൊന്ന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ അന്ന് വരെ ഈഴവനെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല. EMS എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾഫോം തന്നെ ഈഴവന്റെ മുഖ്യ ശത്രു എന്നാണ്. ാണ് ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. ഇപ്പൊ BJP-ക്കാരന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ നരേന്ദ്രമോദി തന്നെ പറഞ്ഞു സംവരണം മാറ്റുന്ന പ്രശ്നമില്ല, ഇതേ രൂപത്തിൽ തന്നെ തുടരുമെന്ന്. അപ്പൊ പിന്നെ ഞാൻ ചർച്ച നിർത്തേണ്ടതാണ്. അപ്പൊ EMS എന്ന് പറയുന്ന വ്യക്തി ഏതെല്ലാം കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഗൗരിയമ്മ തന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പാർട്ടി യോഗം കൂടുമ്പോ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം EMS-നെ വിളിക്കുന്നത് തിരുമേനി എന്നാണ്. എന്തൊരു മേനിയാണ് അപ്പൊ ആ മേനി തിരുമേനി. ഗൗരിയമ്മ മാത്രം മിസ്റ്റർ EMS എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിക്കാതിരുന്നത്. ഗൗരിയമ്മ തന്നെ ഇവിടെ കിടക്കുന്നവർക്കല്ലേ രാപ്പരി അറിയുമെന്ന് നമ്മൾ പറയും. ഗൗരിയമ്മ പറഞ്ഞ് ഞാൻ തിരുമേനി എന്ന് വിളിക്കാതിരുന്നത് കൊണ്ടാണ് അയാൾ എന്നോട് ഇത്രയും വലിയ ശത്രുത കാണിച്ചു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഈ രാജ്യത്തെ ഈഴവന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ, അതും അച്ഛമാവൻ ആഭ്യന്തരവും വിജിലൻസും ഇല്ലാതെ കൊല വെട്ടിയിട്ട് വാഴ കൊടുക്കുന്നത് പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം. തമിഴ്നാട്ടിലെ പനീർ സെൽവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതുപോലെ പനീർ സെൽവം ജയിലിൽ കിടക്കാൻ പോകുമ്പോ ഈ സാധനത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും. ഇത് ഏത് കാര്യം പറയുമ്പോഴും അമ്മയുടെ അടുത്ത് പോയി വേണം ഒപ്പിടാൻ. നിങ്ങൾക്ക് ആലോചിക്കാനുണ്ട് മക്കളെ, അമ്മ കാരണം വെറുതെ ഒരു വെറും മുഖ്യമന്ത്രി. ഈ വെറും മുഖ്യമന്ത്രി ഇരിക്കുന്ന കാലത്ത് SNDP യോഗയുടെ ആവശ്യം മുമ്പോട്ട് വെക്കും. എന്താ ആവശ്യം അറിയാമോ? ഈ കൗറ രാഷ്ട്രീയക്കാരൻ ഇനി പറയുമ്പോൾ നിങ്ങൾ കർമ്മത്തിൽ കഴിക്കണം. ഞങ്ങൾ പറഞ്ഞു SNDP യോഗത്തിന്റെ എത്ര മാസത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഞങ്ങൾ വിട്ടുതരാം. PSC വഴി നിയമനം നടത്തണം. കേരളത്തിൽ ഞാനും നിങ്ങളും അരിയും തുണിയും എണ്ണയും സോപ്പും വാങ്ങുമ്പോൾ നികുതി കൊടുക്കുന്ന പണത്തിന്റെ 45% പ്രിൻസിപ്പാൾ മുതൽ ജൂൺ വരെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലാണ്. 9,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളതിൽ ആദിവാസി മുതൽ നമ്പൂതിരി വരെയുള്ളവർക്ക് 1000-ൽ താഴെയുള്ള ബാക്കി 8,000-ലധികവും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്രിസ്ത്യാനി മുസ്ലിമോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു PSC സംവരണ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ടുതരാം. കേട്ടില്ല. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോഴ വാങ്ങുന്നു പറഞ്ഞല്ലോ. എടാ മുന്നേ ഈ കോഴ വാങ്ങുന്നു എന്നൊക്കെ നീ പറയുന്നതിന് കാരണം എന്താ? നിനക്ക് ആംബിയർ ഇല്ലാതിരുന്നത് കൊണ്ടല്ലേ. 4 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളല്ലേ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിട്ടുതരാം. PSC നിയമനമനുസരിച്ച് സംവരണ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് സംവരണം നിയമനം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ ആംബിയർ കാണിക്കാതായിരുന്ന വെറും മുഖ്യമന്ത്രി, വെറും പനീർ സെൽവമായിരുന്ന അച്യുതാനന്ദനാണ് ഇപ്പോ ഈ ലഹരി പിള്ളേര് ചക്കക്കൂട്ടാൻ കാണുമ്പോ ആർത്തി കാണിക്കുന്നത് പോലെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പിണറായി വിജയൻ തേജയെ കയറ്റിയതായിരുന്നു. മകനെ കയറ്റും, നമ്മുടെ തെറി പറയുന്ന ഇടുക്കി ബിഷപ്പിനെയും കയറ്റും, ഇയാളെ കയറ്റിയല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ പുള്ളിയുടെ കുറെ ഭക്തിയുള്ള കുറെ ആളുകളെല്ലാം കൂടി ആലപ്പുഴ അമ്പലപ്പുറ പ്രദേശത്ത് ചെറിയ ചെറിയ വായനശാല ഉണ്ടാക്കുന്നത്. സേനരവി, ബാലരമ, പൂമ്പാറ്റ ഇതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എത്തിച്ച് ഒരു വായനശാല ഉണ്ടാക്കും. അങ്ങനെ വായനശാല ഉദ്ഘാടനമായിരുന്നു അസുമാമന്റെ പരിപാടി. അപ്പോഴും നമ്മൾ വിചാരിച്ചു പിണറായി വിജയനിലേക്ക് എത്തിയതാ. ഇങ്ങനെ നിൽക്കല്ലേ ദാഷ്ട്യം. അബ്ദുൽനാഥൻ മുതൽ ചെന്നപ്പോ ഇരിക്കുന്നത് വരെ എണീറ്റ് നിന്നു പിണറായി വിജയൻ. അപ്പൊ പിന്നണിയിൽ നിന്ന് ഗാനം കേട്ടാതിപാദം അച്ഛന്മാമനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യില്ല. അപ്പോഴും നമ്മൾ വിചാരിച്ചു കുടിയനായ പുത്രനാണെങ്കിലും വേണ്ടിയില്ല, രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് അച്ഛന്മാമനെ SNDP-യുടെ വേദിയിൽ എവിടെയെങ്കിലൊക്കെ പ്രസംഗിക്കാൻ വിളിച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 1-2 വേദി കയറിയപ്പോ അപ്പന്റെ തലയൊക്കെ അഞ്ചു കിട്ടുന്നുള്ള പരിപാടിയായിട്ട്. അപ്പൊ ഞങ്ങളിപ്പോ തീരുമാനിച്ചു ഈ സാധനത്തിന് നമ്മുടെ വേദിയിൽ കയറ്റണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പിണറായി വിജയൻ പറഞ്ഞ പോലെ മിമിക്രിക്കാരനാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണിച്ചുള്ള കയ്യിൽ വന്ന് നായന്മാരെ AKG സെന്ററിൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് ഇത് നോക്കി വായിക്കലാണ് ഇപ്പൊ കിളവന്റെ ഏറ്റവും വലിയ സൂക്ഷ്മത. അപ്പൊ പുള്ളിക്ക് ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കിട്ടുന്ന സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം SNDP യോഗത്തെയും നേതാക്കന്മാരെയും ചീത്ത പറയാൻ പരിശ്രമിക്കുമ്പോ ഈ രാജ്യത്തെ SNDP യോഗം മുമ്പോട്ട് വയ്ക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഈ സമുദായം ഇത്രയും ദുർബലമാകാൻ കാരണം നിങ്ങളുടെ പരിഷ്കാരങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളും കോളേജുകളും അനുവദിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്നില്ല. നമുക്ക് ആകെ 22 കോളേജേ ഉള്ളൂ. അതിൽ 20 കോളേജ് 13 ആർക്കങ്കർ സാർ നമുക്ക് തന്നതാണ്.
1964 കാലഘട്ടങ്ങളിൽ അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയായിരുന്നപ്പോ മഹാനായ ആർ ശങ്കർ പ്രഭുത. പിന്നീട് UDF ഭരിക്കുമ്പോ അതവരുടെ ഔദാര്യം കൊണ്ടുവന്നാൽ ക്രിസ്ത്യാനിയും മുസൽമാനൊക്കെ 100 കണക്കിന് കൊണ്ടുപോകുമ്പോ നമ്മുടെ വായടപ്പിക്കാൻ ഓരോന്നോരോന്ന് വരും. അങ്ങനെ 7 എണ്ണം UDF കാലം ഭരിക്കുന്ന സമയത്ത് പിന്നീട് കിട്ടി. അങ്ങനെ 13, 7, 20 2 കോളേജാണ് 57 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇടതുപക്ഷം നമുക്ക് തന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ക്രിസ്ത്യാനിയുടെ മുസൽമാന്റെ കാര്യത്തിൽ ബാധകമല്ല. UDF കാലം ഭരിക്കുമ്പോൾ കൊടുത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനിക്ക് മുസൽമാനും കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് മാത്രം സ്കൂളും കോളേജും തരില്ല. തന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കോളേജ് SFI എന്ന് പറയുന്ന കുറെ സാമൂഹ്യ വിരുദ്ധന്മാര് പിള്ളേരെ കൂട്ടി നമ്മുടെ കോളേജ് തകർക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള അജണ്ട. ഈ രാജ്യത്ത് ക്രിസ്ത്യാനിയുടെ മുസൽമാന്റെ കോളേജിൽ സമരമില്ല, പ്രശ്നങ്ങളില്ല. നമ്മുടെ കോളേജുകളുണ്ട്. മാർക്സിസ്റ്റുകാർക്ക് അച്യുതാനന്ദൻ കോളേജായി ചോദിക്കുന്നുണ്ട്. നീയൊക്കെ ഭരിച്ചപ്പോൾ സ്കൂളോ കോളേജോ തന്നിട്ടാണ് നമ്മുടെ ഈ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാറുണ്ട്. ഈ ബുക്കിൽ തന്നില്ല, പുല്ലേ ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾക്കുള്ള സ്കൂളും കോളേജുകളെ ഇവിടെ ആശങ്ക തന്നതും പിന്നീട് UDF എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഏത് രൂപത്തിൽ വിദ്യാഭ്യാസപരമായി ഈ ലെവലിനെ പടുകുടിയിലേക്ക് കൊണ്ടുപോകാമെന്ന റിസർച്ചിന്റെ ആളുകളാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരൻ. ഇവൻ ഭരിച്ചപ്പോ നമുക്കൊരു സ്കൂളും കോളേജും തന്നില്ല. പിന്നെ ഈ നാണം കെട്ട ഈ കണക്ക് ചോദിക്കാനുള്ളതൊക്കെ ഇതിന്റെയൊക്കെ കണക്കൊക്കെ വലിയ കണക്കാണ്. SLCയിലെ ആളിന്റെ ഇടപാട് 7700 കോടി രൂപ കമ്മിറ്റ്. സാന്റിയാഗോ മാർട്ടിൻ, രാഷ്ട്രീയാകാരൻ 600 കോടി. പിന്നെ കോടിക്കണക്കിന് രൂപ വാങ്ങി. ഇതല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വെള്ളാപ്പള്ളി നടേശൻ ജനിച്ച സമയത്ത് പോലും ഏതാണ്ട് 50,000 1 ലക്ഷത്തോളം തേങ്ങ കിട്ടുന്ന വീട്ടിൽ ജനിച്ചാണ്. ഇന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, കേരളത്തിൽ മാറി വരുന്ന സർക്കാരിന് മണ്ണുമാന്തി കപ്പലില്ല. വെള്ളാപ്പള്ളി നടേശന് അമ്മയെ കൊണ്ട് 3 മണ്ണുമാന്തി കപ്പൽ. സർക്കാർ വാടകയ്ക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന്റെ മണ്ണുമാന്തി കപ്പലാണ്. കൊങ്കൺ റെയിൽവേയുടെ കോൺട്രാക്ടർ ആയിരിക്കുമ്പോ ഇന്ത്യയിൽ ഏറ്റവും വലിയ കോൺട്രാക്ടർ സത്യസന്ധൻ വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറഞ്ഞത് ശ്രീധരനാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ മെട്രോയുടെ ശ്രീധരനില്ലേ, അദ്ദേഹമാണ് പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തില് ഒത്തിരി കോൺട്രാക്ടർമാരെ കണ്ട് ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു കോൺട്രാക്ടറെ കണ്ടിട്ടില്ല. സമയബന്ധിതമായി രൂപത്തിൽ വർക്ക് ചെയ്യുന്ന നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പാരമ്പര്യം സമ്പത്തുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ ഇവരുടെ കാര്യമോ ഒരു ചെത്തുകാരന്റെ മകനായിരുന്നു പിണറായി വിജയൻ. ഇപ്പോഴത്തെ ആസ്തി എന്താ? ഒരു വരുമാനം, ഒരു സ്കൂളിലെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ 30,000 40,000 ശമ്പളം സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാം. ഈ മൈക്ക് വെച്ച് നടന്ന ജനകീയ ആസൂത്രണം, കുടുംബാസൂത്രണമൊക്കെ പ്രസംഗിക്കുന്നതല്ലാതെ ഇവർക്ക് വല്ല പണിയുണ്ടോ? പിന്നെ ഇങ്ങനെ എത്ര കോടി രാഷ്ട്രീയമായി? അച്യുതാനന്ദൻ വെറും തയ്യൽ തൊഴിലാളിയായിരുന്നു. അതൊക്കെ നന്നായിട്ട് നല്ല കാര്യം തന്നെ. പക്ഷെ വന്ന വഴി മറക്കരുത്. അപ്പൊ ഒരു ഗതിയിൽ പഴഗതിയിലില്ലാതെ വന്ന് ഒരു പാർട്ടി കൊണ്ട് രക്ഷപ്പെട്ട് മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി മക്കളെയല്ല, ഈ പാവപ്പെട്ട ഈഴോ പിള്ളേരെ മുഴുവൻ DYFI എന്ന് പറഞ്ഞ് കുറെ എണ്ണത്തിനെ തല്ലുപോകാണ്ടിടും. ഇവരാരെങ്കിലും മക്കൾ ഇതിന് പോയിട്ടുണ്ടോ? പിണറായി വിജയന്റെ മകൻ MBA കഴിഞ്ഞ് ആസ്ട്രേലിയയിലേക്കോ 10 ലക്ഷം രൂപ മാസ ശമ്പളം. അച്യുതാനന്ദന്റെ മകനും കോപ്പി അടിച്ച് പരീക്ഷ എഴുതി വൊക്കേഷണൽ ആസക്തിന്റെ ഡയറക്ടറായിരുന്നു നല്ല ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒന്നും മക്കൾക്ക് ഈ പണിയില്ല, ഇവർക്ക് അതിന് നേരില്ല. ഇന്ന് ഒരു വലിയ നേതാക്കന്മാരുടെ മക്കൾക്ക് സമയമില്ല, അവരുടെ ഭാര്യമാർക്ക് സമയമില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും നല്ല പാർട്ടിയാണെന്നും പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ കുറെ പാവപ്പെട്ട നമ്മുടെ DYFI എന്നും പറഞ്ഞ് കുറെ നടക്കുന്ന പിള്ളേർ വിവരവും തോന്നുന്നില്ലാത്തത് കൊണ്ടല്ലേ. ഇവന്റെയൊക്കെ മക്കൾക്ക് പോലും വേണ്ടാത്ത പാർട്ടി, ഒരു പഞ്ചായത്ത് നമ്മൾ പോലും ആകാൻ കഴിയാത്ത നിങ്ങൾക്ക് എന്തിനാണ്? ഈ ചരിത്രമൊക്കെ ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ഞങ്ങളെ കൊണ്ട് ഇനി പറയിപ്പിക്കരുത്. അപ്പൊ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ വന്ന് സമ്പത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് പാരമ്പര്യമായിട്ട് സമ്പത്തുള്ള ആളുകളെ അഴിമതിക്കാരാണ് വിളിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയ ശൈലി ഉണ്ടല്ലോ, അത് മാറ്റിവെക്കണമെങ്കിൽ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. തനിച്ചുകുളങ്ങരയിൽ വന്ന് വെള്ളാപ്പള്ളി നടേശനെ വിരട്ടിയതുപോലെ ഞങ്ങളൊരു പരിപാടി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ പുന്നപ്പുറയിലേക്ക് വരുക. അച്ചുമാമന്റെ വീടിന്റെ വാതിക്കെ സ്നേഹിച്ചിരുന്നപ്പോ വെള്ളാപ്പള്ളി നടേശനോട് മേടിച്ച് രഹസ്യമായിട്ടും പരസ്യമായിട്ടും വാങ്ങിയ കാശിന്റെ കണക്കെല്ലാം ഞങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു. കുറേ പറയാനുണ്ടേ. വെള്ളാപ്പള്ളി സംസ്കാരമുള്ള ആളായതുകൊണ്ട് എനിക്ക് കൊടുത്തതൊന്നും പറയില്ല, അങ്ങനെ ശീലയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളോടും വൈഷ്ണവ തോക്കിൽ പറഞ്ഞ് ഓരോ സന്ദർഭങ്ങളിൽ വന്ന് വാങ്ങി പോക്കറ്റി കണ്ടുപോയ അച്ചുമാമന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് വിളിച്ചു വേണമെന്ന് പറഞ്ഞല്ലേ. നമുക്ക് അദ്ദേഹത്തെ പോലെ നമുക്ക് അകപ്പതിക്കാൻ കഴിയുമോ? സ്നേഹിച്ചിരുന്നപ്പോ എത്ര ലക്ഷങ്ങളാണ് ഓരോ പേര് പറഞ്ഞ് ഓരോ സന്ദർഭങ്ങളിൽ വാങ്ങി കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്.
ഇപ്പൊ ഈ രാജ്യത്തെ SNDP-യോടൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് ഇവരൊക്കെ നമുക്കൊരു ഗുണം ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. മലമ്പുഴയിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ കാല് പിടിച്ച് രക്ഷിക്കണമെന്ന് ഞാനും പോയി. പാലക്കാട് ACS ഹോട്ടലിന്റെ ഒരു മുറിയിൽ ഞാൻ, തൊട്ടടുത്ത മുറിയില് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറുമായിരുന്ന SNDP-കാരനായ ഡോക്ടർ ബാബു സാർ, അതിനടുത്ത മുറിയില് KV ദേവദാസ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ NGO നേതാവാണ്, ഞങ്ങളുടെ ചേർത്തലക്കാരനാണ്. ഞങ്ങളെല്ലാവരും പാലക്കാട് ACS ഹോട്ടലിൽ താമസിച്ച് വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശമനുസരിച്ച് SNDP ശാഖകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവിടെ രഹസ്യമായിട്ട് പ്രസംഗം ഞാനാണ്. കാരണം മാർക്സിസ്റ്റുകാരന് മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി അച്യുതാനന്ദ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ കാല് പിടിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി ഒന്ന് ജയിപ്പിക്കണം. പാവം മുഖ്യമന്ത്രിയായിരുന്ന അന്ത്യാഭിലാഷം സാധിച്ച് വിടവാങ്ങിക്കോട്ടെ, അതിനുള്ള അവസരം കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മലമ്പുഴയിൽ നിന്ന് ജയിക്കുന്നത്. ഇപ്പോ അരിയിൽ നിന്ന് ആചാര്യം കടിച്ചിട്ടും ആർക്കോ മുറുമുറുപ്പെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ കടന്നുകൂടുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയെ തെറി പറയാൻ AKG സെന്ററിലെ ഏതോ നായർ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പാവം കിടന്ന് പരിശ്രമിച്ച് വളരെയേറെ വിഷമിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വിമർശനം ഞങ്ങൾ കേട്ടല്ലേ. പക്ഷെ ഒന്നും ചെയ്യാത്തവരാണ് നിങ്ങൾ, ഒന്നും ചെയ്യാത്തവരാണ് നിങ്ങൾ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഈ രാജ്യത്ത് ഈഴവ സമുദായത്തിന് മാത്രം തരാത്തവരാണ് നിങ്ങൾ. 5 കൊല്ലം പ്രഭുവിനെ പോലെ മുഖ്യമന്ത്രിയായിരുന്നിട്ട് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചപ്പോ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ 175 സ്കൂള് മതന്യൂനപക്ഷങ്ങൾക്ക് എഴുതി കൊടുത്തേച്ച് പോയ ആളാണ് ഈ അച്യുതാനന്ദൻ. നിങ്ങൾ മനസ്സിലാക്കണം. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി എന്നിട്ട് ന്യൂനപക്ഷം കൂടെ നിന്നോ? ന്യൂനപക്ഷം കൂടെ നിൽക്കില്ല. നമ്മളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ നമ്മളെ ഏതെല്ലാം രൂപത്തിൽ ചവിട്ടി മെതിക്കാമെന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടാണ്. നരേന്ദ്രമോദി ചുമ്മാതെ കണ്ടതാണോ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് കണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് എന്തെങ്കിലും ഈ രോഗമുള്ളിടത്തോളം കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നമുക്കോ നമ്മുടെ തലമുറയ്ക്കതാണ് കരുതുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ആരായാലും നമ്മൾ കാണും. ഒരിക്കലൊരു അവസരം വന്നതാ. അത് കുത്തുമ്പ് കൊണ്ട് തട്ടി കിറപ്പിച്ചുകൊണ്ടാണല്ലോ ജ്യോതി ബാസുവിന് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പറയേണ്ടി വന്നത്. ഒരു ചാൻസ് കിട്ടിയത് നശിപ്പിച്ചു. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ കണ്ടപ്പോ ഇവർക്ക് ഒരു കൈകളുള്ള സവർണ മേധാവിത്വമാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ സവർണ മേധാവിത്വമുള്ള പാർട്ടി CPM, BJP അല്ല. അപ്പൊ BJPയിൽ കൂടി ഞാൻ BJP ന്യായീകരിക്കാൻ പാടില്ല. പക്ഷേ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തുമ്പോ BJPയിൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളൊരു OBC-കാരൻ, ഇവിടുത്തെ ഈഴവ സമുദായത്തിന് തുല്യമായ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് നരേന്ദ്രമോദി. BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് പട്ടികജാതിക്കാരനായ ബംഗാളിൽ ലക്ഷ്മണൻ ഇരുന്നിട്ടുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇന്ന് വരെ ഒരു പട്ടികജാതിക്കാരൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നിങ്ങൾ എടുത്തു നോക്ക്. 16 പേരാണ് ആയുള്ളത്. 8 പേര് ബ്രാഹ്മണരാണ്. സീതാറാം യെച്ചൂരി ഉൾപ്പെടെ 16 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ 8 പേര് ബ്രാഹ്മണരാണ്. 4 പേര് കേരളത്തിൽ നിന്നുള്ള നായർ സമുദായ അംഗങ്ങളാണ്. കോടിയേരി, പിന്നെ ബൃന്ദാക്കാരാട്ട്, പ്രകാശ് S. രാമേന്ദ്രപിള്ള. പശ്ചിമ ബംഗാളിൽ നിന്ന് 2 മുസ്ലിങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി MA ദേവി, ഒരു ഈഴവൻ പിണറായി വിജയൻ. ആലോചിച്ച് നോക്കിക്കേ. OBC-കാരൻ പോളിറ്റ് ബ്യൂറോയിൽ 16 പേരുള്ളതിൽ ഒരേ ഒരാളുള്ളത് പിണറായി വിജയനാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ സവർണ വർഗീയ പാർട്ടിയുടെ CPM. ഇനി ഞാനൊരു വെല്ലുവിളി നടത്തുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാരുടെ ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാരുടെ ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കട്ടെ. പുറത്തൂര് എല്ലാ MLA-മാരും ന്യൂനപക്ഷ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്ന് 68 MLA-മാരുള്ളതിൽ ആകെ 14 പേരാണ് ഈഴവ സമുദായത്തിൽപ്പെട്ടത്. അതിൽ കൂടുതൽ CPM-മാണ്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്ര ഈഴവ MLA-മാരുണ്ട് നിങ്ങൾ പരിശോധിക്കേ. അപ്പൊ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സവർണ വർഗ രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത് ഇവരിന്ന് വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ കൊന്നുകളയുന്നു. അതും തെറ്റാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരേ ഒരു സംസ്ഥാനം, മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീർ ഭരിക്കുന്നത് BJP-യാണ്.
ഉപമുഖ്യമന്ത്രി BJP-യുടെതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള, മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ജമ്മു കാശ്മീറാണ്. അവിടുത്തെ ഉപമുഖ്യമന്ത്രി BJP-യാണ്. മുസ്ലിം പാർട്ടിയായ PDP-യുമായിട്ട്, നമ്മുടെ മദനിയുടെ BDP അല്ല, മുസ്ലിം മുഹമ്മദ് സയ്യിദിന്റെ PDP ആയിട്ട് ചേർന്ന് അവിടെ ഭരിക്കുന്നു. ഇന്ത്യയിൽ ക്രൈസ്തവൻ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഗോവയാണ്. ക്രിസ്ത്യാനി ഒന്നാം സ്ഥാനം, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി അവിടെ ഭരിക്കുന്നത് BJP-യാണ്. അപ്പൊ ന്യൂനപക്ഷങ്ങൾ പോലും ബുദ്ധിപൂർവ്വം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ PC ജോർജ് ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് BJP ആയിട്ട് സഹകരിച്ചു പോകാൻ. PC ജോർജ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ ബിഷപ്പുമാർക്കും ഏറ്റവും സ്വീകാര്യനായ നേതാവാണ് PC തോമസ്. ഒരു കേരള കോൺഗ്രസിലെ PC തോമസ് ഉണ്ട്, പഴയ PT ചാക്കോയുടെ മകനാണ്. NDA-യിലെ ഘടകകക്ഷിയാണ്. ക്രിസ്ത്യാനികൾ പോയിക്കൊണ്ടിരിക്കുക. ആർക്കും ഒരു കുഴപ്പമില്ല. BJP-യിലേക്ക് ഒരു കുഴപ്പമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം BJP-യുടെ ദേശീയ കമ്മിറ്റി അംഗമായിരുന്നു. ഒരു സൂക്കേടും ഒരു മുസ്ലിം ദൈവമാർക്കുന്നു. ഒരു ക്രിസ്ത്യാനിയാണ്, ദേശീയ കമ്മിറ്റി അംഗമാണ് അൽഫോൺസ് കണ്ണന്താനം. ഇവരേക്ക് പോലെ മൂന്നാം ക്ലാസ് മുസ്ലിമുള്ള നേതാവല്ല, IAS-കാരനായ ക്രിസ്ത്യാനിയായ അൽഫോൺസ് കണ്ണന്താനം BJP-യിൽ പോയിട്ട് പിണറായി വിജയനും സൂക്കേടില്ല, അച്ഛനും സൂക്കേടില്ല. PC തോമസും PC ജോർജും പോയിട്ട് പ്രശ്നമില്ല. വെള്ളാപ്പള്ളി നടേശനൊന്ന് പോയി കണ്ടാൽ ഇത്ര വലിയ സാധനം വേണ്ട കാര്യമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ന്യായമായ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള സഹായതത്വം അധികാരമുള്ളതെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ പോകുമ്പോ വെള്ളാപ്പള്ളി നടേശനും ചീത്ത പറയുന്നതിന് ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷ സമുദായം സംഘടിക്കേണ്ട ആവശ്യകതയിലേക്ക് വരാൻ കാരണം ഈ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരണം കിട്ടിയപ്പോഴെല്ലാം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. ഭരണത്തിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവിടുത്തെ LDF, UDF എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. അവർ കാണിക്കുന്ന വർഗീയത ഇവർ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു. എന്ത് വർഗീയത ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കാണിച്ചാലും ഇവരെ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് തന്നെയുള്ള ഈ മുസ്ലിം ലീഗ് പോലുള്ള വർഗീയ പാർട്ടി, ഇന്ന് ലോകത്തിന് ഏറ്റവും വലിയ വർഗീയ പാർട്ടി ലോകത്തിന് എന്ന് ചോദിച്ചാൽ ലീഗ് എന്നേ ഞാൻ പറയുള്ളൂ. എന്താ കാര്യം അറിയാവോ? ഇവിടെ ഈ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് വിളക്ക് കൊളുത്തുന്നതിൽ പോലും മതവിദ്വേഷം കണ്ടെത്തി ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. മുസൽമാന്മാരെല്ലാം ചീത്തയല്ല, പക്ഷെ ലീഗുകാരും ചീത്തയാണ്. ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ വിദേശ രാജ്യങ്ങളിലായിരുന്നു, മുസ്ലിം രാജ്യങ്ങളിലായിരുന്നു. അബുദാബി, ഒമാൻ ഒക്കെ ഞാൻ പോയി. എനിക്ക് അത്ഭുതം തോന്നി. ലോകത്തിൽ ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാമിക ദേവാലയം നിൽക്കുന്നത് അബുദാബിയിലാണ്. ഞാൻ ആ പള്ളി കാണാനും പോയി. അവിടുത്തെ മുസൽമാന്റെ വലിയ വിശാലമായ മനസ്സ് നിങ്ങൾ കണ്ടോ? നരേന്ദ്രമോദി അബുദാബിയിൽ ചെന്നപ്പോ അബുദാബിയിൽ യുഎഇയിലുള്ള ഹൈന്ദവ സമൂഹത്തിന് അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ അമ്പലം പണിയാൻ 10 ഏക്കർ സ്ഥലമാണ് ഒരു മുസ്ലിം ഭരണാധികാരി അബുദാബിയിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്ഥാനത്താണ് മതേതരത്വം പറയുന്ന ഇവിടുത്തെ മക്കളെ ഞങ്ങൾ വിളക്ക് കൊടുക്കില്ല. കാരണം ഇവന്റെയൊക്കെ പണി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇരുട്ടത്താണ്. വെളിച്ചത്തെ കുറച്ച് പേരില്ല. പിന്നാലെ ഇവരുടെ അടിക്കുകയും ചെയ്യണം. ഇതൊക്കെ വെളിച്ചത്ത് നടക്കുകയല്ലോ. ഇവിടെ വലിയ മതേതരത്വം പറയുന്ന ആളുകളാണ് ഇത്രയും വലിയ കാര്യം ചെയ്യുന്നത്. വിദേശ രാജ്യത്തെ ഭരണാധികാരികൾ പോലും എത്രമാത്രം സ്നേഹത്തോടെ സഹകരണത്തോടെ എല്ലാവരെയും വീക്ഷിക്കുന്നു. ആ വീക്ഷണം എന്തുകൊണ്ട് വലിയ മതേതരത്വം പറയുന്ന ലീഗുകാരനില്ല? ഇന്നിപ്പോ KPM മജീദ് എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. ഏതാണ്ട് ഒരു ആരും കൂടി വെച്ചാൽ ഏതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കുന്നു. അപ്പം വെള്ളാപ്പള്ളി നടേശനെ ഉപദേശിക്കാൻ വന്നിരിക്കുക. വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ കൂട്ടുകെട്ട് കേരളത്തിൽ വിലപ്പോവിലാണ്. എല്ലാ കാര്യത്തിലും ഇത്രമാത്രം സങ്കുചിതമായ വർഗീയത കാണിക്കുന്ന പാർട്ടി ലീഗ് പോലെ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വർഗീയത, എല്ലാ കാര്യങ്ങളിലും വർഗീയത. BJPയും മറ്റ് SNDP യോഗത്തെയൊക്കെ ചീത്ത പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ജില്ലയിൽ മാത്രം ബോധപൂർവമായി ഈ തട്ടുകടയിൽ പുട്ടുണ്ടാക്കണ പോലെ പിള്ളേരെ ഉണ്ടാക്കി കൂട്ടിയതിന്റെ ഫലമായി മലപ്പുറത്തുനിന്ന് മാത്രം 20 MLA-മാരെ സൃഷ്ടിച്ചുകൊണ്ട് അത് കയ്യാണി അധികാരത്തിന്റെ അകത്തളങ്ങളിൽ കയറുന്നത് എല്ലാം വാരിക്കൂറിക്കൊണ്ടിരിക്കുകയാണ്. 20 MLA 2 ജില്ലയിൽ കൂടി ഉള്ളതോ? എത്ര വർഗീയത ആർക്കെങ്കിലും ഉണ്ടോ? ധനം പ്രയോഗിച്ച് ഉമ്മൻചാണ്ടിയുടെ ദൗർബല്യങ്ങൾ, വീക്ക്നസ് എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പിടിച്ച പിടിയാൽ 5 മന്ത്രിമാരെ എടുത്ത് 5 മുസ്ലിങ്ങൾ.
ഒരു മന്ത്രിക്ക് 20 പേര് 40 പേരെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ വയ്ക്കാം. 5 പേർക്കും കൂടി 14, 20, 200 പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു. 200 പൊന്നാനി പോയിട്ട് വന്നവര് മാത്രം. 200 അതേപോലെ പറയുന്ന ആളുകൾ കോളം കോളേജും എല്ലാം എല്ലാം ഇവിടുത്തെ അറബി സർവകലാശാല മിണ്ടലില്ല. അല്ല, അറബി സർവകലാശാല മതി, സംസ്കൃത സർവകലാശാലയുടെ കാര്യം പറയില്ല. അറബി സർവകലാശാല നോക്കണം. ആലോചിച്ച് നോക്കിക്കേ. മന്ത്രിമന്ദിരത്തിലേക്ക് കയറി വന്നു. ഗംഗ എന്ന് പറയുന്ന മന്ത്രിമന്ദിരത്തിന്റെ പേര് കണ്ടപ്പോ ഇതിന് നമ്മളിരിക്കില്ല, ഇത് മാറ്റണം. ഇത് ഹിന്ദുവിന്റെ പേരാണ്. അബ്ദുൾ റബ്ബ് മാറ്റി ഗ്രേസ് എന്നാക്കി കഴിഞ്ഞപ്പോഴാണ് പേര്. എല്ലാ തീരുമാനങ്ങളും മതാടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ചകൾ പരീക്ഷ നടത്തേണ്ടാവുന്ന തീരുമാനിച്ചു. ഒരു പിണറായി വേണ്ടുന്നില്ല. വെള്ളിയാഴ്ചകളിൽ ഞമ്മക്ക് പ്രാർത്ഥിക്കാൻ പോണതുകൊണ്ട് ഞങ്ങളിതിനൊന്നും തരില്ല. എന്തുകൊണ്ട് ഇതൊക്കെ നമുക്കും തരുന്നില്ല? ഇത്രയും നമ്മൾ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ഗുരുദേവന്റെ തീർത്ഥാടനത്തിന് ഒരു ദിവസം അവധി വേണമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. അപ്പൊ ബക്രീദ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു, ഒറ്റ ദിവസം. പെണ്ണി ശനിയും കൂടി അവധിയെന്ന് പ്രഖ്യാപിച്ചു. പെണ്ണി ശനി 3 ദിവസമാണ് അവധി പ്രഖ്യാപിച്ചത്. ആരാണ് ഒഴിക്കാൻ പറയാനുള്ളത്? ഗുരുദേവന്റെ സമാധി ദിവസം ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് അവധി കൊടുക്കാതിരുന്നതിന്റെ പേരിൽ അന്നും വെള്ളാപ്പള്ളി ഇടപെടേണ്ടി വന്നു അത് പിൻവലിക്കാൻ. സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അവധി കൊടുത്തില്ല. ഗുരുദേവന്റെ സമാധി ദിവസം അന്ന് രാവിലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അവര് പോകണ്ട അങ്ങനെ തീരുമാനിക്കുന്നു. അപ്പൊ നമ്മുടെ കാര്യത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടോ? 3 ദിവസമാണ് അടുപ്പിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. വീണ്ടും അങ്ങനെ എടുക്കുന്ന ഓരോ നിലപാടുകളിൽ നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നു. മദ്രസകളെല്ലാം എയ്ഡാക്കാൻ പോകുന്നു. മതം പഠിപ്പിക്കുന്ന മദ്രസകൾ എയ്ഡഡ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് തുല്യമായിട്ട്. ഈ ഗവൺമെന്റ് പഠിപ്പിക്കുന്നവർക്കൊക്കെ ഇനി സർക്കാർ ശമ്പളം കൊടുത്തോളണം. മദ്രസകൾ എയ്ഡഡ് സ്ഥാപനങ്ങളായി മാറ്റാൻ തീരുമാനിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരും ഒരു സൂക്ഷിച്ചില്ല. വെള്ളാപ്പള്ളിയെ ജാതിരഹിത സമൂഹം പഠിപ്പിക്കാൻ വരുന്നെങ്കിൽ നാണം കെട്ട നായിക്കൊള്ളുന്ന കാര്യത്തിൽ അനങ്ങാത്തതെന്താ? വേറൊരു തീരുമാനം ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുക. ഈ രാജ്യത്തെ എല്ലാ എയ്ഡഡ് സ്കൂളിലും ജോലി ചെയ്യുന്ന ആളുകൾ ഒരേ സമൂഹമാണ് ലഭിക്കുന്നത്. ഇലക്ഷൻ വരാൻ പോകുന്നത്. ഇലക്ഷൻ തോന്നിക്കാൻ അധ്യാപകർ വേണം. ഈ രാജ്യത്തെ ക്രൈസ്തവ പുരോഹിതന്മാരായ അധ്യാപകരെയും സന്യാസികളെയും ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കാൻ തീരുമാനിച്ചു. അവരുടെ സർക്കാർ ശമ്പളം അല്ലേ വാങ്ങുന്നത്? ഈ രാജ്യത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും ഒരേ ശമ്പളം വാങ്ങുമ്പോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു. ഞങ്ങൾക്ക് ഇതിനോട് പ്രതിഷേധമല്ല. എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം വരുമ്പോ ഇതിനെ എതിർക്കുന്നു? നിങ്ങൾ ഇതൊക്കെ ചെയ്തോ എങ്കിൽ ഞങ്ങളുടെ കാര്യം വരുമ്പോൾ ഇതുപോലുള്ള ഐക്യദാർഢ്യ അനുഭവം വേണ്ടേ? നമ്മള് ശിവരാത്രിനായി നമ്മളെയൊക്കെ ജനിപ്പിച്ച പൂർവ്വപിതാമഹന്മാർക്ക് ബലിയിടാൻ ആലുവാഴ്ച യാത്രയ്ക്ക് പോയാൽ ഈ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാര് ബലിയിട്ടിട്ട് വന്നാലുണ്ടല്ലോ, അതിന് പകരം ഒരു ദിവസം എക്സ്ട്രാ ജോലി ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം. വാദിന് അവധി കൊടുത്തു, കോമ്പൻസേറ്റ് ചെയ്ത് വേറൊരു പ്രവൃത്തി ദിവസം ഉണ്ടാക്കും. നമ്മളെയൊക്കെ ജനിപ്പിച്ച പൂർവ്വപിതാമഹന്മാർക്ക് ബലിയിട്ടാൽ പോലും കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഈ രാജ്യത്തെ മതേതര രാജ്യം. ഇതൊക്കെയെല്ലാം വല്ല കാര്യത്തിലുണ്ടോ? മുസ്ലിം ലീഗുകാരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം, വിധവകൾക്ക് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിധവകൾക്ക് 3 ലക്ഷം രൂപ വീതമുള്ള വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വിധവ എന്ത് ചെയ്തോളണം? ആദിവാസികളും നമ്പൂതിരികളുള്ള സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വിധവ ഭർത്താവിന്റെ ഫോട്ടോ നോക്കി കണ്ണീരും തുടച്ച് 2 മക്കളെ തന്നിട്ട് വേട്ടൻ അങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞിട്ടോണം വീടില്ല. ന്യൂനപക്ഷ വിധവകൾക്ക് മാത്രം വേണ്ടി കേരളത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ഈ പിണറായി വിജയനോ അച്യുതാനന്ദനോ ആണാണെങ്കിൽ ആദ്യമുണ്ടാകണം. ഞങ്ങൾ വെള്ളാപ്പള്ളി കണ്ടത്തിനെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി കാര്യമില്ല. ഇത് എല്ലാ കാര്യങ്ങളും ഇതുപോലെ വർഗീയമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആദിവാസി നേതാവ് ജാനു 1 ഏക്കർ ഭൂമിക ഞങ്ങളൊരു കുടിൽ കെട്ടി മനസ്സിൽ നിന്നിട്ട് ജീവിച്ചോട്ടെ. 1 ഏക്കർ നെൽപ്പു സമരം പാവം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ എത്രയോ ദിവസങ്ങളാണ് ആദിവാസി നിന്നത്. നിങ്ങൾ ഉമ്മൻചാണ്ടി കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ കൊടുത്തിട്ടില്ല. ഇപ്പോഴും തരാന്ന് പറഞ്ഞു. നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇടുക്കി ജില്ലയിൽ വനം കയ്യേറിയ ഈ രാജ്യത്തിന്റെ ആളുകളുണ്ടല്ലോ. ഈ രാജ്യത്തിന്റെ അച്ചായന്മാർ ആദ്യം തെല്ലും വെട്ടിത്തെളിക്കും, കുരിച്ചു കുഴിച്ചിടും, പിന്നീട് കപ്പയിടും, പിന്നെ കപ്പേള ഉണ്ടാക്കും. 2005 വരെ ഇടുക്കി ജില്ലയിൽ വനഭൂമി കയ്യേറിയ കൊള്ളക്കാർക്ക് മുഴുവൻ പതിച്ചു കൊടുക്കാനാണ് ഇപ്പൊ മാണിയുടെ തീരുമാനം. ക്രിസ്ത്യൻ താമസത്തിന്റെ പേരിൽ നമ്മുടെ മന്ത്രിയായ അടൂർ പ്രകാശിന്റെ തന്തയ്ക്ക് പറഞ്ഞൊരു ബിഷപ്പ്, നമ്മുടെ സാധാരണ ബിഷപ്പുമാര് സ്വർഗസ്ഥനായ കരുതാതെ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമെന്നല്ലേ കേട്ടിട്ടുള്ളൂ.
ഞാൻ എന്റെ ഈ 42 വയസ്സിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള എല്ലാ തെറിക്കും 2 അക്ഷരേ ഉള്ളൂ. ഒരു ബിഷപ്പാണ് 3 അക്ഷരമുള്ള തെറി പറഞ്ഞ ഞാൻ ആദ്യമായിട്ട്. എന്താ കാര്യം അറിയുക? മല കയ്യാതെയിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് പട്ടയം കൊടുക്കാൻ താമസിച്ചതിന്റെ പേരിൽ ഒരു വിഭാഗം ഈ രാജ്യത്തെ ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. ആർക്കും ഒരു സൂക്കേടുമില്ല. ഇപ്പൊ പൂന്തുറയിലെ ഒരു ബിഷപ്പ് നേതൃത്വത്തില് ഈ കടലിൽ നിന്ന് ക്രിസ്ത്യാനി അല്ലാത്തവര് മീൻ പിടിക്കേണ്ടാണ് പുതിയൊരു തീരുമാനം. ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവൻ മീൻ പിടിച്ചാൽ ആ മത്സ്യ തൊഴിലാളിയെ പിടിച്ചുകൊണ്ടുപോയി പള്ളികളിൽ വെച്ച് ഏത്ത വിധിക്കുന്നു. പൂന്തുറയിൽ നിങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ കൂടി കണ്ടില്ലേ? എന്തൊരു രാജ്യമാണിത്? ഇതിനേക്ക് അവലംബിക്കാൻ ഈ രാജ്യത്തെ വെള്ളാപ്പള്ളിനെയും SNDP യോഗത്തെയും ഗുരുധർമ്മം പഠിപ്പിക്കുന്ന ആളുകൾക്കാവുന്നുണ്ടോ? ഈ രാജ്യത്ത് നിങ്ങൾ വിചാരിക്കണം, ഈ രാജ്യത്ത് സംഘടിത ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് അവർ അടിമകളായി മാറാൻ വിധിക്കപ്പെട്ടവരായി ഈ രാജ്യത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയ നീതി കിട്ടുന്നില്ല. മഹാനായ ഹർഷന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന 1964 കാലഘട്ടത്തിൽ പോലും 140 MLA-മാരുള്ള കേരള നിയമനിർമ്മാണ സഭയിൽ 40ഓളം MLA-മാർ ഈഴവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. LDF-ന്റെയും UDF-ന്റെയും. ഇപ്പൊ 14 പേരെയുള്ള LDF-ലും UDF-ലും കൂടി നിങ്ങൾ അറിയണം. 14 പേര്. മുസ്ലിം 30-ൽ കൂടുതലുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ടവർ 30 ഉണ്ട്. ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ അതിൽ കൂടുതലുണ്ട്. 14 MLA-മാരാണ് LDF-ലും UDF-ലും കൂടി കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയുള്ളത്. ഇത് വിളിച്ചു പറയുമ്പോ അത് വർഗീയതയാണെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? ഈ കോട്ടയം ജില്ലയിൽ തന്നെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ക്രിസ്ത്യാനികൾ. എല്ലാ ക്രിസ്ത്യാനിയും കൂടി ബാബ കക്ഷി, മെത്രാൻ കക്ഷി, ചവാടക്കുന്നതിന്റെ പേരിൽ ഇടിവീട് അച്ഛന്മാരുള്ള ക്രിസ്ത്യാനി എല്ലാം കൂടി കൂട്ടുമ്പോൾ കോട്ടയം ജില്ലയിൽ 1-ാം സ്ഥാനം ക്രിസ്ത്യാനിയാണ്. തൊട്ടുപുറകിൽ 2-ാം സ്ഥാനം ഇവിടെ ഈഴവനാണ്. നമ്മളെക്കാൾ 7% കുറവാണ് നായർ സമുദായം കോട്ടയം ജില്ലയിൽ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജാതിയില്ല, മതയില്ല, കാണാത്തൊലിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം പറഞ്ഞ് നടക്കുന്ന മാർക്സിസ്റ്റുകാരനോട് വെല്ലുവിളിക്കരുത്. നിങ്ങൾ ഇന്നെങ്കിലും ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മതവും ജാതി ഇല്ലെങ്കിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സഖാവിനെ പാർലമെന്റിലേക്ക് നിങ്ങൾ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കയറി കഴിഞ്ഞതല്ല, ഒരു UDF-കാരൻ ക്രിസ്ത്യാനി നിർത്തിയാൽ LDF-കാരൻ ക്രിസ്ത്യാനി നിർത്തി. UDF-കാരൻ നായരെ കൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന മറ്റവൻ സുരേഷ് കുറുപ്പിനെ കൊണ്ടുവരും. ഈ കളിയെല്ലാം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഇവിടെ വിപ്ലവം പറയാൻ അവകാശമുള്ളത്? ഈ രാജ്യത്ത് മതേതരത്വം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? നിങ്ങളൊരു കാര്യം എന്റെ കോട്ടയം കാര്യം മനസ്സിലാക്കണം. ഈഴവ സമുദായം ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്തുള്ള കോട്ടയം ജില്ലയിൽ UDF-കാരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഈഴവനെ സ്ഥാനാർത്ഥിയെ ആക്കിയില്ല. UDF സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു ഈഴവൻ പോലും ഇല്ലായിരുന്നു. കോട്ടയം ജില്ലയിൽ മാർക്സിസ്റ്റുകാരൻ വാസവൻ ചേട്ടന് മാത്രം സ്ഥാനാർത്ഥിത്വം കൊടുത്തു. പക്ഷേ ദേവിയുടെ താടി അഹങ്കാരം കൊണ്ട് ഭാഗം തോറ്റുപോയി. ദേവിയുടെ അടുത്ത് ചെന്നപ്പോ കിട്ടിയ നമുക്ക് ഗുണം ചെയ്യാതിരുന്നുകൊണ്ട് തോറ്റുപോയി. ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈഴവ സമുദായം ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു MLA പോലും ഇല്ല. കുറെ വെള്ളം കോരാനും വിറക് വെക്കാനും പശം കൊടുക്കാനും ഓർപ്പിക്കാനും തല്ലുകൊള്ളാനും നടക്കുന്ന കുറെ മാർക്സിസ്റ്റ് വിദ്യാന്തേജികളല്ലാതെ ഈ കോട്ടയം ജില്ലയിൽ ഈഴവ സമുദായം ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്തുള്ള കോട്ടയം ജില്ലയിൽ എത്ര MLA-മാരുണ്ട്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിലും നമുക്ക് മിനിമം ഒരു 5 MLA-മാരെങ്കിലും കോട്ടയം ജില്ലയിൽ നിന്ന്. കോട്ടയം ജില്ലയിൽ എത്ര മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട് ഈഴവര്? ഇല്ല. എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്? കോട്ടയം ജില്ലയിൽ ആകെയുള്ള ഈഴവ പഞ്ചായത്ത് പ്രസിഡന്റുമാർ 4. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴുള്ളത്ര വിവേചനമാണ്. ഈ വിവേചനത്തിന്റെ കണക്കുകൾ ശ്രീ വെള്ളാപ്പള്ളിയുടെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോ അതിന് കാരണക്കാരായ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തേണ്ടതിന് പകരം ഇത് പറയുന്ന ആളിനെ ജാതീയവാദി, വർഗീയവാദി എന്നിവർക്ക് ആക്ഷേപിക്കുന്നത് ശരിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് ചെയ്യാതിരിക്കണം. ഇതല്ലേ വേണ്ടത്. നിങ്ങളത് ചെയ്യാതിരിക്കണം. അപ്പൊ കോട്ടയം ജില്ലയിൽ ഒരു MLA ഇല്ല, മുനിസിപ്പൽ ചെയർമാൻമാരില്ല, പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒരു കയ്യിൽ എണ്ണാവുന്ന ആളുകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കോട്ടയം ജില്ലയിലെ ജനാധിപത്യം മാറിയെങ്കിൽ ഇത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതിലൂടെ രാഷ്ട്രീയക്കാരൻ തിരിച്ചറിയുന്നു. ഞങ്ങൾക്കാരുടെ വിദ്വേഷവും പരിഭവമില്ല. എല്ലാവർക്കും നീതി കൊടുക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ബാധ്യതകളിലെ ന്യൂനപക്ഷ വർഗീയ പ്രീണനങ്ങൾ ഇന്നും മാർക്സിസ്റ്റുകാരൻ അവന്റെ മുഖമുദ്രയായിട്ട് കൊണ്ടുവന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, സദ്ദാം ഹുസൈനെ നോക്കിക്കൊന്നു.
ഇറാഖിലൊരു ഭർത്താരുമില്ല. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനെ തോൽപ്പിക്കുന്ന ദിവസം അവിടെ പ്രവർത്തി ദിവസമായിരുന്നു. വെള്ളാപ്പള്ളി ഗണേശനും മതേതരത്വം പറയുന്നത് പഠിപ്പിക്കുന്ന മാർക്സിസ്റ്റുകാരൻ മാത്രമാണ് കേരളത്തിൽ ഹർത്താൽ നടത്തിയത്. സദ്ദാം ഹുസൈനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു ഹർത്താൽ നടത്തിയാൽ കുറെ മുസൽമാന്മാരുടെ വോട്ട് കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ചെയ്തത്. അവസാനം യാക്കൂബ് മേമന്റെ കാര്യം കണ്ടോ? ബോംബെ സ്ഫോടന കേസിൽ 275 പേരുടെ അതിദാരുണമായ ദുരന്തത്തിന് കാരണമായി തീർന്ന ഒടും കുറ്റവാളി എന്ന നിലയിൽ യാക്കൂബ് മേമൻ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് പരിശോധിച്ചിട്ട് തൂക്കിക്കൊല്ലാൻ വിളിച്ചതാണ്. 3 തവണയാണ് പരിണിതപ്രാപ്തനായ പ്രണാബ് മുഖർജിക്ക് ദയാഹർജി കൊടുത്തത്. 3 തവണ പരിശോധിച്ചപ്പോഴും പരിണിതപ്രാപ്തനായ നമ്മുടെ രാഷ്ട്രപതി തീരുമാനിച്ചു ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. പാവപ്പെട്ട നിരപരാധികളായ 275 പേരുടെ മരണത്തിന് കാരണക്കാരായ യാക്കൂബ് മേമൻ ഈ രാജ്യത്തുണ്ടാകാനേ പാടില്ല. തൂക്കിലെത്താൻ തന്നെ വിളിച്ചു തൂക്കിക്കൊണ്ടു. വേറെ ആരും വേണ്ടിയില്ല. പിറ്റേ ദിവസം സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നത് മുസൽമാനായതുകൊണ്ടാണ്. ആരാണ് ഈ രാജ്യത്ത് വർഗീയത വളർത്തുന്നത്? ആരാണ് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് കാലുഷ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പുണ്യക്കായ നോയിച്ചു കൊടുക്കുന്നവരാരാണ്? ഇതെല്ലാം ഈ രാജ്യത്ത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ മാർക്സിസ്റ്റുകാരനാണ് എന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എല്ലാ രൂപത്തിലും നമ്മൾ ഇതുപോലെ മാർക്സിസ്റ്റുകാരൻ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഈ വ്യവസായത്തെ ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റുമായിരിക്കുമ്പോഴാണ്. ഏറ്റവും കുറവ് ഈടവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന ആ കാലഘട്ടത്തിലാണ്. കൊടുത്തത് തോറ്റു പോകുന്ന മണ്ഡലങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിച്ചു കൊടുത്തു. ജയിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ഒരു 7, 5 എന്നൊക്കെ പറഞ്ഞ് വീതം വെച്ചെടുത്തു. ഏറ്റവും കൂടുതൽ അനീതി നമ്മളോട് കാണിച്ചത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പിടിക്കുന്ന സംവിധാനമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ കേരളത്തിൽ നോക്ക്, സാമുദായികമായ സന്തുലിതാവസ്ഥ ഇവിടെ നോക്കുന്നില്ല. UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട തലങ്ങളിലെല്ലാം ഒരേ പദവി ഭാഗത്തിൽപ്പെട്ടവരാണ് ഇരിക്കുന്നത്. ഇതെന്താ തുറന്നു പറഞ്ഞാൽ എന്താ ഉദ്ദേശം? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, UDF കൺവീനർ CC കണ്ടക്ടർ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡി കുര്യാക്കോസ്, KSU സംസ്ഥാന പ്രസിഡന്റ് VP ജോയി, നിയമസഭാ സ്പീക്കർ ശക്തൻ നാടാര്. ക്രിസ്ത്യാനിയാണ് ശക്തൻ. പേര് കേട്ടിട്ട് നമ്മുടെ ശക്തിയൊന്നുമല്ല, ക്രിസ്ത്യാനിയാണ്. എല്ലാം ഒരു വിഭാഗം. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും നീതി കൊടുക്കണ്ടേ? തുല്യത കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്താൻ ഈ രാജ്യത്തെ എല്ലാ സ്ഥാനങ്ങളും ജനകരമാക്കുന്നത് ശരിയാണോ? ജനാധിപത്യത്തിലെ തുല്യത എന്നുള്ളത് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ഈ രാജ്യത്തെ LDF ഉം UDF മത്സരിച്ച് ന്യൂനപക്ഷ വർഗീയ പ്രീണനം നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ തെളിവ് പറയാൻ മതേതര കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ. കോട്ടയത്ത് വന്നതല്ലേ മതേതര കൂട്ടായ്മ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ വർഗീയമായി ചിന്തിപ്പിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അമേരിക്കയിൽ നിന്ന് കള്ളനോട്ട് കൊണ്ടുവന്ന് അനധികൃതമായി ഈ രാജ്യത്തെ MLA-മാരുടെയും മുനിസിപ്പൽ അധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒത്താശയോടുകൂടി ഫിലിപ്പീനുകൾക്കിടയിൽ അനധികൃതമായി കോടിക്കണക്കിന് രൂപ മുടക്കി മതപരിവർത്തന ഫാക്ടറി ഉണ്ടാക്കി അമേരിക്കയിൽ നിന്ന് കോടികൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഞാൻ രോഗം മാറ്റിത്തരാമെന്ന് പറയുന്ന തങ്കു പാസ് സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്ന മതേതര സംഘം. ഈ തങ്കു പാസും വാസവൻ ചേട്ടനുമായിട്ട് ഏതോ ബന്ധമൊക്കെ ഉണ്ടെന്നാണ് പറയാറുള്ളത്. ഇതിനെക്കുറിച്ച് കൂടി ഒരു അന്വേഷണം നടത്തിയാൽ പറയാം. മൈനറാണ്, ഡീസന്റാണ്. പക്ഷേ വീടിന്റെ വാതിലേക്ക് എഴുതിക്കേണ്ടി വരെ വരുമെന്നാണ് തങ്കു പാസ് വീടിന്റെ നാഥൻ. ഈ ബന്ധം മാത്രമേ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു മോശമായിട്ട് കാണുന്നുള്ളൂ. അപ്പൊ തങ്കു പാസിനെ പോലുള്ള ആളുകൾ സ്പോൺസർ ചെയ്യുന്ന പരിപാടിയിൽ കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ചില രാഷ്ട്രീയക്കാരെയും ചില തീവ്രവാദികളായ മതനേതാക്കന്മാരെയും അണിനിരത്തി വെള്ളാപ്പള്ളി നടേശനെയും SNDP യോഗത്തെയും ചീത്ത പറയുന്ന രൂപത്തിലേക്ക് ഇന്ന് മതേതര സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം എന്നാണ് ചൊറിയാത്ത പിള്ള എന്നെ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയാൻ പോണേ ഉള്ളൂ. ഇത് ഇവിടെ ഏതോ ഒരു ഏരിയ സെക്രട്ടറി വന്ന് നമ്മുടെ പിള്ളേരെ തന്തയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. കാര്യമാക്കണ്ട. എന്നറിയാവോ? ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ബ്രഹ്മം എന്ന് പറയുന്ന പുസ്തകത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. മക്കള് സാമൂഹ്യ വിരുദ്ധന്മാരായ മക്കളുണ്ടാകുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഗുരുത എഴുതി വെച്ചിരിക്കുന്നത്? അപ്പനമ്മമാര് കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നല്ല മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ല മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന ദിവസമായിരിക്കണം. ചതുർദശി, ഗ്രഹണം, വാള് തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ
ഇങ്ങനത്തെ മക്കള്. അങ്ങനെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവര് കുലദ്രോഹികളായി മാറും. അപ്പൊ ഈ പാമ്പാടുന്ന ഏതോ ഏരിയ സെക്രട്ടറി ഈ അച്ഛന് ഈ സമയത്ത് വഞ്ചാനം നോക്കാൻ സമയം കിട്ടില്ല. കൊണ്ടാണ് ഈ രൂപത്തിൽ പാവപ്പെട്ട നമ്മളെ പിള്ളേരെ തെറി പറഞ്ഞത്. എന്തായാലും എല്ലാവരും തിരുത്തണം. ഞങ്ങൾ പറയുന്ന സാമൂഹ്യനീതിയുടെ സമവാക്യങ്ങൾ ചരിത്രം ഇതാണ്. എല്ലാവരും പഠിക്കാനും മനനം ചെയ്യാനും തയ്യാറാകണം. ഞങ്ങൾ ഒരു കാര്യം മാത്രം, ആരോടും വിദ്വേഷമില്ല, ആരോടും പരിഭവം ഞങ്ങൾക്കില്ല. പക്ഷേ കേരളത്തിലെ ജനസംഖ്യയിൽ 31% ഈഴവ സമുദായത്തിന് ഈ രാജ്യത്തിന്റെ അധികാരം പങ്കിടുമ്പോ, ഈ രാജ്യത്തിന്റെ സമ്പത്ത് പങ്കിടുമ്പോ, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കിടുമ്പോ, ഈ രാജ്യത്തിന്റെ കൃഷിയും വ്യവസായങ്ങളും മാറ്റിവെക്കുമ്പോ, ഈ രാജ്യത്തെ ജനപ്രതിനിധി സഭയിലേക്കുള്ള ആളുകളെ എടുക്കുമ്പോ 31% ഈ രാജ്യത്ത് ഈഴവന് 31% നീതി കിട്ടണം. ഇത് മാത്രമേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുള്ളൂ. ഇത് മാത്രമേ യോഗം പറയുന്നുള്ളൂ. ഇത് അനീതിയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ പറ, 31% ഈഴവന് ഈ രാജ്യത്തിന്റെ സമ്പത്ത്, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം, തൊഴിൽ, രാഷ്ട്രീയ അധികാരം ഇത് സംഭവിക്കുന്ന 31% നീതി കിട്ടണം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഇടക്കുന്നതിന് വേണ്ടിയാണ്, നമുക്ക് നീതി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഈഴവ സമുദായത്തിന് നീതി കിട്ടാതിരിക്കുന്നതിന് വേണ്ടി മതേതരത്വം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജയന്തി വരെ ദേശാഭിമാനി പത്രത്തിൽ പോലും ഗുരുദേവന്റെ ഒരു പടം വരില്ലായിരുന്നു. കേരളത്തിലെ കാശ് കൊടുത്ത് ഈഴവൻ മാത്രം നാം വായിക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി. ക്രിസ്ത്യാനിയും മുസൽമാനും അവന്റെ പിള്ളേരുടെ അസ്ഥി തുടയ്ക്കാൻ എടുക്കുന്ന പേപ്പറാണ് ദേശാഭിമാനി. നമ്മൾ മാത്രമാണ് കാശ് കൊടുത്ത് ദേശാഭിമാനി എന്നുള്ള സാധനം. ശ്രീനാരായണഗുരുദേവൻ മൃദുമത്സവത്തിന്റെ പുറകെ ഞങ്ങൾ പിടിച്ചു വന്ന് നമ്മുടെ വേദിയെ ഒന്ന് പ്രസംഗിക്കുന്ന യുവമാരെ ഈ കഴിഞ്ഞ ജയന്തി ദിവസത്തിന് ദേശാഭിമാനി വെല്ലുവിളിക്കാനുള്ള ആളുകൾ നിങ്ങൾ കൊണ്ടുപോകാൻ ഗുരുദേവന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഈ സമാധി തുടങ്ങി, ഈ സമാധി തൊട്ട് മാറി ഇപ്പൊ മുഴുവൻ ഗുരുവിനെ കുറിച്ചേ ഉള്ളൂ. ഇപ്പൊ ചിതറിയിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ചികളിൽ കാണില്ല. ദേശാഭിമാനി മാത്രം വായിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നൊരു സമൂഹം ഇപ്പൊ അത് നല്ലൊരു കാര്യമാണ്. എല്ലാവരും ഗുരുദേവ കൃതി വാങ്ങിച്ച് കൂട്ടുന്ന തിരക്കിലാണ്. ഓരോ കാര്യങ്ങളും പഠിച്ച് വെള്ളാപ്പള്ളി നടേശനെ മാർപ്പാപ്പയെ കുറിച്ചു വരയ്ക്കാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ വേദിയിലുള്ള നീലവന് രോഗം മാത്രം നേരിട്ടുള്ളവൻ SNDP യോഗത്തിലെ നേതാക്കന്മാരെ ഗുരുദർശനം പഠിപ്പിക്കാതെ കിട്ടൂല. അങ്ങനെയെങ്കിലും പോയെ വായിച്ചിപ്പം ചെയ്ത് EMS നമ്പൂതിരിപ്പാട് ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശാനം ബ്രിട്ടീഷുകാരുടെ പാദസേവനയിൽ നിന്ന് കൊണ്ട് എഴുതിയതാണ്. ആ നമ്പൂതിരിപ്പാടിന്റെ അനുയായികൾക്ക് ഒരുപക്ഷെ പാപമോചനം കിട്ടാൻ വേണ്ടി പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളായിരിക്കും ഗുരുദേവകൃതികളെല്ലാം പഠിച്ച് സവിസ്തരം പ്രതിപാദിച്ച് എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ച് ശ്രീനാരായണ ദർശനമൊക്കെ എന്താണെന്നൊരു പരിധി വരെയെങ്കിലും പഠിക്കാൻ വിചിന്തനം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത് പ്രകൃതി കൊടുത്ത ഒരു താക്കീതായി കണ്ടാൽ മതി. ഏതായാലും ഞങ്ങൾക്ക് ആരോടും വിദ്വേഷവും പരിഭവമില്ല. ഞങ്ങൾക്ക് നീതി തരാൻ മനസ്സുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയോടും സത്യം ചെയ്യും. ഞങ്ങൾക്കിപ്പോ ഊർച്ച കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളത് വെള്ളാപ്പള്ളിക്കൊരു പ്രശ്നമുണ്ട്. എന്നെ പിടിക്കണം, ഇത്രേ ഉണ്ട്. ഊർച്ച കറുത്തതായാലും വേണ്ടില്ല, വെളുത്തതായാലും വേണ്ടില്ല, എന്നെ പിടിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് പിന്നോക്കം ഈഴവൻ, വിദ്യാഭ്യാസപരമായി പിന്നോക്കം ഈഴവൻ, ഈ രാജ്യത്തിന്റെ ഭൂമിയുടെ ലഭ്യതയും പിന്നോക്കം നിന്ന ഈഴവൻ, ഈ രാജ്യത്തെ വ്യവസായത്തിന്റെ മേഖലയിൽ നിന്ന് മാറ്റം നിർത്തപ്പെട്ട ഈഴവൻ, ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മാറ്റം നിർത്തപ്പെട്ട ഈഴവൻ, ആ ഈഴവന് 31% നീതി കിട്ടാൻ മാർക്സിസ്റ്റുകാരും ശ്രമിച്ചാലും കോൺഗ്രസുകാരും വിചാരിച്ചാലും BJPക്കാരും വിചാരിച്ചാലും ആരോടൊപ്പം കൂടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ ഈഴവ സമുദായത്തെ പുറത്തുകൊണ്ട് അവരുടെ സാമൂഹികമായ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനോടൊപ്പം ചരിത്രബോധമുള്ള ഈഴവ സമുദായത്തിന് നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശിൽ SNDP യോഗമൊന്നുമല്ല, ഞങ്ങളാണ് യഥാർത്ഥ ഗുരുദേവന്റെ പിൻഗാമികളെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന മാർക്സിസ്റ്റുകാരൻ. എടാ, ഒരു വീട എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിന്ന് തിരുമയിലിട്ടകലാത്ത ചിന്തയും വഴി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കാൻ കഴിയുന്ന കാരുണ്യത്തിന്റെ ഉടമയായി മാറാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഗുരുവിന്റെ യഥാർത്ഥ പിന്മുറക്കാരെ CP ചന്ദ്രശേഖരനെ വെട്ടിയത് 51 വെട്ടാണ്. ഈ 51 വെട്ട് വെട്ടിയതും ഒരു ഉയർവിനെ പോലും വേദനിപ്പിക്കാതിരിക്കണമെന്ന് പറഞ്ഞതും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടും? നിങ്ങൾ പറ. സ്ഥാനത്ത്
അവസാനത്തും ഒക്കെ അത്ര ഈ കണ്ണുകച്ചവടം എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയെ ചീത്ത പറയുന്നുണ്ട്. ഈ അച്യുതാനന്ദൻ വാർന്നു വന്നത് തന്നെ CIQ ചെത്തുതൊഴിലാളികളെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയിട്ടാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ചെത്തുതൊഴിലാളി യൂണിയനാണ് CIQ. മദ്യം നിർമ്മിക്കുന്നവരെയും മദ്യ വ്യവസായികളെയും മദ്യമേഖലയും തൊഴിലാളികളെയും ആണെങ്കിൽ ഞാൻ അച്യുതാനന്ദനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CIQ പിരിച്ചുവിടാനുള്ള ആംഗ്യമുള്ള തിരിച്ചിട്ടേക്കുക. അവന്റെ നാട്ടെടുത്താണ് മുട്ടടിക്കുന്നത്, എന്നിട്ടാണ് അവനെ കൈയും പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസംഗം വേറെ പ്രവൃത്തി വേറെ. ഇതിനായിരിക്കും ഒരുപക്ഷെ മാറ്റു തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. പ്രസംഗം വേറെ പ്രവൃത്തി വേറെ. ഈ രൂപത്തിൽ ഈ രാജ്യത്തെ ഈ സമുദായാംഗങ്ങളെ പറ്റിക്കാൻ കിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ അദ്വൈതനായ നേതാവിന്റെ ഒടുക്കിയിൽ ഈ രാജ്യത്തെ സംഘടിതരായി പ്രമുഖരായി തീർന്നിട്ടുള്ള ഈഴവ മനസ്സുകളെ നീരണം പ്രസംഗം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ആളാകില്ല. കേരളത്തിലെ ഈഴവ സമുദായം പ്രമുഖരായി കഴിഞ്ഞുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ ചുമന്ന കൊടി കീറുമ്പോ SNDP-കാരാണെന്ന് പറയും. SNDP-കാരല്ല. മാർക്സിസ്റ്റ് പാർട്ടി 35 കൊല്ലം ബംഗാള് ഭരിച്ചത് കൊണ്ട് ഗുണമുണ്ടായത് നമുക്കാണ്. അവിടുത്തെ LC സെക്രട്ടറി ഏരിയ സെക്രട്ടറിമാരാണ് ഇപ്പൊ ഇവിടെ മൈക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചുമന്ന കൊടി കൊണ്ടുകഴിഞ്ഞാൽ ബംഗാള് കീറിക്കളയും. അവൻ പറയാ ഞങ്ങളെ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇവിടെ നശിക്കുകയെന്ന് പറഞ്ഞ് നമ്മളവിടെ കീറിക്കളയുന്നത്. 35 കൊല്ലം ബംഗാള് ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച നിങ്ങൾക്ക് ഇനി കേരളത്തെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം തിരിച്ചറിവിന്റെ പാതയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെന്ന അജയ്യനായ നേതാവിന്റെ സംരക്ഷണത്തിൽ പോകുന്ന ഈഴവ സമുദായത്തെ ചിന്താപരമായി പാർശ്വവൽക്കരിക്കാൻ കഴിയില്ല. ആ ഈഴവ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നിങ്ങൾക്ക് നാരായണ രാഷ്ട്രീയ ഇടവുമായിട്ടാണ് ഈ മുമ്പോട്ട് പോകാൻ ഭാവമെങ്കിൽ നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഡൽഹിയിലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹങ്ങളിൽ കൂടെ നിന്റെ അവസ്ഥ ആർജവത്തോടെ പൊതുപ്പുറകളോടുകൂടി ചിന്തിക്കുവാൻ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഈഴവനും ആദിവാസികൾ നമ്പൂതിരികളുള്ള ഈ രാജ്യത്തെ മുന്നോക്കക്കാരന് അനുകൂലമാണ്. പ്രസംഗം തുടങ്ങിയപ്പോ മഴ പെയ്യാൻ ശ്രമിച്ചു. മഴ ഹിന്ദുമതത്തിന്റെ ആദിവാസികൾ നമ്പൂതിരി വരെയുള്ള ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും വെള്ളം തളിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ശുദ്ധീകരിക്കണം. ഗംഗേശ യമുനേശൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന മന്ത്രം ചൊല്ലി അത് പ്രവചിച്ചിട്ടാണ് പ്രകൃതി പറയാണ് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ഇന്നലെകളിൽ വരെ നിങ്ങളെല്ലാം ഈ രാജ്യത്തെ അശുദ്ധരാക്കിയ എല്ലാ ആളുകളിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി ഈ പൊതുസ്ഥലത്ത് വന്നിരിക്കുന്ന നിങ്ങളെ മുന്നിൽ വെള്ളാപ്പള്ളിയിലേക്ക് അനുഗ്രഹീതമായ നേതൃത്വ ശക്തിയുടെ കീഴിൽ പ്രകൃതി തന്നെ അനുഗ്രഹിക്കുന്നതാണ് ആ മഴ. മാറിയില്ലേ? കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാത്രമല്ല, കേരളത്തിന്റെ കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമാണ് എന്ന് പ്രകൃതി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രഭുത്വതയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈഴവ സമൂഹം, ആദിവാസികൾ നമ്പൂതിരികളുള്ള ഈ രാജ്യത്തെ പാവപ്പെട്ട സമൂഹം, ആ പാവപ്പെട്ട സമൂഹത്തെ ഇന്നലെയും ചാനൽ ചർച്ചയിൽ കണ്ടോ കുറെ മാർക്സിസ്റ്റിന്റെ ബ്രാഹ്മണ മേധാവിത്വം BJP പോയ ഞാൻ പറഞ്ഞു ബ്രാഹ്മണ മേധാവിത്വം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കേരളത്തിലെ 140 MLA-മാരുള്ളത് പട്ടികജാതിക്കാരും തൊഴിലുണ്ട് 14 ബ്രാഹ്മണരുടെ എണ്ണയുണ്ട്. അതും ബാലിഷകളുടെ കയ്യിരിപ്പ് കൊണ്ട് ജയിച്ച ഐഷാപ്പ് പറ്റി ബാലിഷയുടെ തോന്നുന്നെങ്കിൽ അതും വരില്ല. ഒരു MLA-ആണ് ആരെയുള്ളത്. എന്നിട്ടും പ്രസംഗിക്കുന്ന മാർക്സിസ്റ്റുകാരൻ ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് BJP എന്നൊക്കെ പറഞ്ഞാണ്. ഒരു MLA-ആണ് 140 MLA-മാരുള്ള കേരളത്തിൽ ബ്രാഹ്മണങ്ങളുള്ളത്. എന്നിട്ടും പഴയ പദ്ധതി സംവിധാനമാക്കപ്പെടുന്ന പഴയ പദ്ധതി ആവർത്തിച്ചുകൊണ്ട് പരിഹരിക്കണം. നിങ്ങൾ രാഷ്ട്രീയ കാലാവസ്ഥ മനസ്സിലാക്കണം, സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കണം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ രാജ്യത്ത് ഈഴവ സമുദായത്തിന് നീതിക്കണം. ആദിവാസികളുള്ള ഭൂരിപക്ഷ സമുദായത്തിന് നീതിക്കണം. ഈ രാജ്യത്തെ ന്യൂനപക്ഷ വർഗീയ പ്രേരണം മാത്രം നടത്തിക്കൊണ്ട് ഭരിക്കുന്ന മതേതരത്വ ഭീകരണ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയക്കാരനെ ശക്തമായി മറുപടി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ സമൂഹം പ്രബുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രബുദ്ധതയിലേക്ക് ഈ സമൂഹം സജ്ജമായി കൊണ്ടിരിക്കുമ്പോൾ കാലഘട്ടത്തിനനുസൃതമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സജ്ജരായ
പാമ്പാടിയിലെ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരന്മാർക്കും വിശിഷ്യാൽ എന്റെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നിങ്ങളുടെ കടാക്ഷത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മ ഈ സമുദായത്തിന്റെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും വളർച്ചയ്ക്കും ഉതകുന്ന നിമിഷമായി ചിന്തകളേക്കുവാങ്ങാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായി പരിഗണിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംസ്ഥാനം നിർവഹിക്കുന്നു. You have heard the speech by Assistant Secretary of SDP Yogam, Sri P.T. Manmadan. Agil Prasad Pambadi signing off.